ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 3rd ചാപ്റ്റർ ദ ഡൽഹി സുൽത്താൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. In Chapter 2, we saw that regions like the Kaveri Delta become the center of large kingdoms. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പുതിയ കിങ്ഡംസും കിങ്സിൻ്റെയൊക്കെ അറേസ് പഠിച്ചായിരുന്നു അല്ലേ. കാവേരി ഡെൽറ്റയുടെ ആ ഒരു സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ കിങ്ഡംസൊക്കെ ഡെവലപ്പായായിരുന്നു. Did you notice that there was no mention of a kingdom with Delhi as its capital? അപ്പോൾ നമ്മളൊരു കിങ്ഡം പോലും ഡൽഹിനെ ക്യാപിറ്റലായിട്ടൊന്നും എങ്ങും ഒരു കിങ്ഡത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല അല്ലേ. ദാറ്റ് വാസ് ബിക്കോസ് ഡൽഹി ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓൺലി ഇൻ ദ 12th century. എന്തുകൊണ്ടാണ് ഈ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കിങ്ഡം ഒന്നും നമ്മൾ പഠിക്കാഞ്ഞത്? കാരണം ഡൽഹി ഫേമസ് ആയത് അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് സിറ്റിയായി മാറിയത് 12th centuryയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൽഹിനെ ബേസ് ചെയ്തിട്ടുള്ള കിങ്ഡംസിനെ കുറിച്ചോ കിങ്സിനെ കുറിച്ചോ ഒന്നും ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാഞ്ഞത്. ടേക്ക് എ ലുക്ക് അറ്റ് ടേബിൾ 1. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കുറേ ഡൈനാസ്റ്റീസിൻ്റെയും കിങ്സിൻ്റെയൊക്കെ പേര്, അവർ ഏത് ഇയറിലാണ് ഭരിച്ചിരുന്നതെന്നുള്ള ആ ഒരു ഇത് ഇവിടെ തന്നിട്ടുണ്ട് ഈ ടേബിൾ 1. എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഡൽഹി ഫസ്റ്റ് ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് എ കിങ്ഡം അണ്ടർ ദി ടൊമാര രാജ്പുത്സ് who were defeated in the middle of the 12th century by the Chauns of Ajmer. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡൽഹി ക്യാപിറ്റൽ ആയത് ഏത് കിങ്ഡത്തിൻ്റെ അധീനതയിൽ വന്നപ്പോഴാണ്? ടൊമാര രാജ്പുട്സ് എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൻ്റെ അധീനതയിലാണ് ഈ ഡൽഹി ആദ്യമായിട്ട് ക്യാപിറ്റൽ ആകുന്നത്. അതിനുശേഷം ഒരു 12th centuryയുടെ മിഡിലൊക്കെ ആയപ്പോഴത്തേക്കിന് ഇവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ചാവുൻസ് അവിടെ കൺട്രോളിൽ വരികയും അല്ലെങ്കിൽ അവരവരുടെ കിങ്ഡം സ്ഥാപിക്കുകയും അതിനുശേഷം ഡൽഹി അവരുടെ ക്യാപിറ്റലായി മാറി. ഇറ്റ് വാസ് അണ്ടർ ദി ടൊമാരാസ് ആൻഡ് ചാവുൻസ് ദാറ്റ് ഡൽഹി ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റർ. അതുപോലെ തന്നെ ഈ രണ്ട് കിങ്ഡംസിൻ്റെയും അധീനതയിലായിരുന്നപ്പോൾ, ടൊമാരാസിൻ്റെയും ചാവുൻസിൻ്റെയും അധീനതയിലായിരുന്നപ്പോഴാണ് ഈ ഡൽഹി ഒരു ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്ററായി മാറിയത്. Many rich Jaina merchants lived in the city and constructed several temples. Coins minted here called Delhi Wall had a wide circulation. അതുപോലെ തന്നെ ഒരുപാട് ജൈന മേർച്ചൻസ് ഇവിടെ ഈ സിറ്റിയിൽ താമസിക്കുകയും ഒരുപാട് അമ്പലങ്ങളൊക്കെ പണി കഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ കോയിൻസിൻ്റെ പേര് ഡൽഹി വാൽ എന്നായിരുന്നു. അതിന് ഈ രാജ്യമെമ്പാടും ഒരു നല്ല സർക്കുലേഷനുള്ള കോയിൻസും ആയിരുന്നു. The transformation of Delhi into a capital that controlled vast areas of the subcontinent started with the foundation of the Delhi Sultanate in the beginning of the 13th century. Take a look at table 1 again and identify the 5 dynasties that together made the Delhi Sultanate. അപ്പോൾ ഡൽഹിനെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തത് 13th centuryയുടെ ബിഗിനിങ്ങിലാണ്. അതും ഡൽഹി സുൽത്താൻസിൻ്റെ അധീനതയിൽ ഈ പ്രദേശം ഉണ്ടായിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അതിനുശേഷം ഈ ഡൽഹി എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ഒരുപാട് ഏരിയാസ്, സബ് കോണ്ടിനെൻറ്റിൻ്റെ ഒരുപാട് ഏരിയാസിനെ കൺട്രോൾ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങൾ ഈ ഡൽഹി ഡൽഹി ക്യാപിറ്റലായിട്ടുള്ള ആ ഒരു സിറ്റിയുടെ അധീനതയിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നത് 13th centuryയുടെ തുടക്കത്തിലായിരുന്നു. ആ സമയം അവിടെ ഭരിച്ചിരുന്നത് ഡൽഹി സുൽത്താൻസ് ആയിരുന്നു. The Delhi Sultans built many cities in the area that we now know as Delhi. Look at map 1 and locate Delhi I, Kuhn, Siri and Jahanpana. അപ്പം ഈ ഡൽഹി സുൽത്താൻസ് ആണ് ഇവിടെ ഒരുപാട് സിറ്റീസൊക്കെ ഈ ഏരിയയിൽ നിർമ്മിച്ചു. അങ്ങനെയാണ് ഈ ഡൽഹി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഡെവലപ്ഡ് ആയത്. അവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അവിടെ ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, finding out about the Delhi Sultans. Although inscriptions, coins and architecture provide a lot of information, especially valuable are histories, Tawarik written in Persian, the language of administration under the Delhi Sultans. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഡൽഹി സുൽത്താനെ കുറിച്ചുള്ളത് ഒക്കെ ലഭിക്കും. ഈ
കിങ്ഡത്തിനെ കുറിച്ചും ഇവരുടെ ഭരണ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും കോയിൻസിൽ നിന്നും ആർക്കിടെക്ചറിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. അതിൽ നിന്നൊക്കെ ഒരുപാട് വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ തവാരിഖ് എന്ന് പറയുന്നത് അതും പേർഷ്യനിലാണ് എഴുതുന്നത്. ഈ പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു ഡൽഹി സുൽത്താൻസ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന തവാരിഖ് യൂസ് ചെയ്തും നമുക്ക് ഒരുപാട് വാല്യുബിളായിട്ടുള്ള ഹിസ്റ്ററീസ്, ഈ ഡൽഹി സുൽത്താൻസിനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് ലഭിക്കും. ദ ഓതേഴ്സ് ഓഫ് തവാരിഖ് വെയർ ലേൺഡ് മെൻ, secretaries, administrators, poets and courtiers who both recounted events and advised the rulers on governance, emphasizing the importance of just rule. അപ്പോൾ ഈ തവാരിഖൊക്കെ എഴുതുന്നത് ആരാണ്? നല്ല ലേൺഡ് ആയിട്ടുള്ള നല്ല അറിവൊക്കെയുള്ള മനുഷ്യരാണ് ഇത് എഴുതുന്നത്. അതായത് സെക്രട്ടറീസോ അഡ്മിനിസ്ട്രേറ്റേഴ്സോ പോയറ്റ്സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, നല്ല അറിവുള്ള മനുഷ്യരായിരുന്നു ഈ തവാരിഖ് എഴുതിയിരുന്നത്. അതിനോടൊപ്പം തന്നെ അവർ റൂളേഴ്സിന് അഡ്വൈസും കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ് റൂൾ ചെയ്യേണ്ടത്, അല്ലെ അതിൽ വേണ്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഇവർ കൊടുക്കുമായിരുന്നു. കീപ് ദ ഫോളോയിങ് അഡീഷണൽ ഡീറ്റെയിൽസ് ഇൻ മൈൻഡ്. First one, the authors of Tawarik lived in cities and hardly ever in villages. അപ്പം ഈ തവാരിഖിൻ്റെ ഓതേഴ്സ് മെയിൻലി അവർ താമസിക്കുന്നത് സിറ്റീസിലാണ്. അവരാരും വില്ലേജസിൽ താമസിക്കാറില്ല, അവർ എപ്പോഴും സിറ്റീസിൽ തന്നെയാണ് താമസിക്കുന്നത്. Second one, they often wrote their histories for sultans in the hope of rich rewards. അപ്പോൾ ഇവർ നന്നായിട്ട് ഈ സുൽത്താൻസിനെയൊക്കെ പുകഴ്ത്തി നല്ല രീതിയിൽ ഒരു തവാരിഖ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല റിവാർഡ്സ് ഈ ഡൽഹി സുൽത്താൻസിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും ഈ ഹിസ്റ്ററീസ്, ഈ സുൽത്താൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് നല്ല റിച്ച് റിവാർഡ്സ് ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെയാണ്. These authors advised the rulers on the need to preserve an ideal social order based on birthright and gender distinctions. Their ideas were not shared by everybody. അതിനോടൊപ്പം തന്നെ ഈ ഓതേഴ്സ് റൂളേഴ്സിനെ എപ്പോഴും അഡ്വൈസ് ചെയ്യുമായിരുന്നു ഇവിടെ ഒരു ബർത്ത് റൈറ്റ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡർ കൊണ്ടുവരണം എന്ന്. ഓക്കെ, എന്താണ് ബർത്ത് റൈറ്റ്? പ്രിവിലേജസ് ക്ലെയിംഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബർത്ത്. അതായത് ഒരാൾ ജനിച്ച ആ ഒരു കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ റിലീജിയൻ്റെയോ ഒക്കെ ബേസിസിൽ കൊടുക്കുന്ന പ്രിവിലേജ്. ഓക്കെ, നമ്മളിപ്പോൾ അതിനെ കാസ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പൊളിറ്റിക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറില്ലേ, അതുപോലെ തന്നെ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത് ഏത് കാസ്റ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഫാമിലി, നല്ല വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലാണ് ഒരു കുട്ടി ജനിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല ഉയർന്ന സ്ഥാനമായിരിക്കും. പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ആൾക്ക് അത്ര സ്ഥാനം ലഭിക്കില്ല. അപ്പം നമ്മുടെ ബേർത്തിൻ്റെ ബേസിസിൽ കൊടുക്കുന്ന പ്രിവിലേജിനെയാണ് നമ്മൾ ഈ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത്. Okay, for example, people believed that nobles inherited their rights to govern because they were born in certain families. അപ്പം ഈ നോബിൾസിന് അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഒക്കെ ലഭിക്കാനായിട്ടുള്ള കാര്യം എന്താണ്? അവർ നല്ല ഫാമിലീസിൽ ജനിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പം ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ്. സോഷ്യൽ ആൻഡ് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള ആ ഒരു സോഷ്യലും ബയോളജിക്കലും ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ദീസ് ഡിഫറൻസസ് ആർ യൂസ്ഡ് ടു ആർഗ്യൂ ദാറ്റ് മെൻ ആർ സുപ്പീരിയർ ടു വിമൻ. നമ്മൾ സാധാരണ ഈ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ് എന്ന് യൂസ് ചെയ്യുന്നത് മെൻ എപ്പോഴും വിമനേക്കാളും സുപ്പീരിയർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഈ നമ്മുടെ ഡൽഹി സുൽത്താൻസിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഈ ഓതേഴ്സൊക്കെ. എപ്പോഴും ഇങ്ങനെയൊരു സോഷ്യൽ ഓർഡർ ബേസ് ചെയ്തിട്ട് വേണം റൂൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ആ ബർത്ത് റൈറ്റും ജെൻഡർ ഡിസ്റ്റിങ്ഷൻസും ഒക്കെ അവരുടെ ആ ഒരു രാജ്യത്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ തവാരിഖ് എഴുതുന്ന ഓതേഴ്സിനെ കുറിച്ചുള്ള അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അതായത് അവർ സിറ്റീസിലാണ് ജീവിക്കുന്നത്, അവർ സാധാരണയായിട്ട് ഈ സുൽത്താൻസിനെ കുറിച്ചുള്ള തവാരിഖ് എഴുതുന്നത് റിച്ച് റിവാർഡ്സ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ അവർ റൂളേഴ്സിനെ അഡ്വൈസ് ചെയ്യുമായിരുന്നു ബർത്ത് റൈറ്റും അല്ലെങ്കിൽ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസിൻ്റെ ബേസിലുള്ള ആ ഒരു സോഷ്യൽ ഓർഡർ എപ്പോഴും റൂളേഴ്സിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് അവർ റൂൾ ചെയ്യുന്ന ഡൈനാസ്റ്റിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഓക്കെ, ഇൻ 1236 സുൽത്താൻ ഇൽതുത്മിഷ് ഡോക്ടർ റസിയ became Sultan.
The chronicler of the age, Minhaj-i Siraj, recognized that she was more able and qualified than all her brothers. അപ്പം 1236 ഈ സുൽത്താൻ്റെ ഡോട്ടർ, അതായത് റസിയ, ഇൽതുത്മിഷ് എന്ന് പറയുന്ന സുൽത്താൻ്റെ മകളായിട്ടുള്ള റസിയയാണ് അടുത്ത സുൽത്താനായിട്ട് വന്നത്. എന്തുകൊണ്ടാണ് മിൻഹാജ്-ഐ സിറാജ് എന്ന് പറയുന്ന ക്രോണിക്ലറിന് മനസ്സിലായി ആ റസിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് അവരുടെ സഹോദരന്മാരെക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അവരെയാണ് സുൽത്താനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ അവർ സുൽത്താനാവുകയും ചെയ്തു. ബട്ട് ഹി വാസ് നോട്ട് കംഫർട്ടബിൾ അറ്റ് ഹാവിങ് എ ക്യൂൻ ആസ് റൂളർ. Nor were the nobles happy at her attempts to rule independently. She was removed from the throne in 1240. അപ്പം ഒരു സ്ത്രീ ഭരിക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ക്യൂൻ റൂളർ ആവുക എന്ന് വെച്ചാൽ ആർക്കും, നോബിൾസിനോ ഒന്നും ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതും ഇവർക്ക് സഹോദരന്മാർ ഉണ്ടായിട്ട് കൂടി ഇവർ റൂളർ ആവുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം 1236 ഇവർ അധികാരത്തിൽ വരുന്നതെങ്കിൽ 1240 അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി. അപ്പോൾ ജസ്റ്റ് 4 years മാത്രമേ അവർക്ക് ഭരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഒരിക്കലും ഒരു സ്ത്രീ റൂളറായി വരുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ക്യൂനെ ഈ റൂളറിനുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയോ സെക്കൻഡ് ചാപ്റ്ററിൻ്റെയോ ഒക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എക്സാം ടോപ്പേഴ്സിലേക്ക് വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും കുഞ്ഞീസ് ക്ലാസ്സും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം.